നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഭാമേ, അബ്ദുൽ ഖാദർ ഡോക്ടറോട് അവൻ സംസാരിക്കട്ടെ. കാര്യം വ്യക്തമായിട്ട് അറിയാലോ. ഒരു അബ്ദുൽ ഖാദർ ഡോക്ടർ. അല്ല, കുഞ്ഞ് പേടിച്ചതുകൊണ്ട് ഞാൻ അയാളെ ഇനി ഇങ്ങോട്ട് കെട്ടിയെടുക്കോ? പല്ലൊരെണ്ണം ഇളകിയത് ഇനി നേരെ ആയിട്ടില്ല. ഡോക്ടർ എന്ത് പറഞ്ഞു മോനെ? അച്ഛാ, ഇതൊരു നല്ല ലക്ഷണമെന്നാണ് ഡോക്ടർ പറയുന്നത്. പ്രീതി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ സൂചനയാണെന്ന്. ഓ, ഈ കുരുക്ക് പിന്നെയും അഴിക്കും തോറും മുറിവാണോ? കോമ പേഷ്യൻസ് സാധാരണ കരയാറില്ല. സെൻഷ്വൽ നെർവുകളുടെ സജീവ പ്രവർത്തനം കൊണ്ടേ കണ്ണിൽ കണ്ണുനീരുണ്ടാവും. അതിപ്പോൾ നാഡീഞരമ്പുകൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമായില്ലെന്നോ, അങ്ങനെ ആയിരുന്നെങ്കിൽ തന്നെ ഓരോന്നായി പ്രവർത്തിച്ചു തുടങ്ങുകയാണെന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോ നമുക്ക് നമ്മുടെ പ്രിയ മുടക്കി കിട്ടുമല്ലേ, അല്ലേ മോനെ? കിട്ടുവച്ചാ. ഇവനെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഡോക്ടർ മറ്റൊരു കാര്യം കൂടി ചോദിച്ചു. പ്രീതിക്ക് മാനസിക വിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും സംഭവിച്ചോ എന്ന്. ഓ, ശാലിനി ആ ചീവീടിനെ തിരിച്ചെത്തിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്. അല്ല, ഡോക്ടറിന് ഇന്ന് വരുമെന്നാ പറഞ്ഞത്. വരുന്നുണ്ട് ഉടനെ തന്നെ. എന്നിട്ട് പ്രീതിയുടെ നാവിൽ നിന്ന് ചില കാര്യങ്ങൾ എനിക്ക് ചോദിച്ചറിയാനുണ്ട്. അതിനു മുമ്പേ ഞാൻ അവളുടെ നാവ് എന്നേക്കുമായി മരവിപ്പിക്കൂടാ. അർജുനോടൊന്ന് ചോദിച്ചാലോ? അയ്യോ, അത് വേണ്ട സാറേ. അർജുനേട്ടനെ ഇപ്പൊ തന്നെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. വക്കീൽ ഫീസ് പോലും കൊടുക്കുന്നില്ല. ഇനിയും വേണ്ട. അതൊരു കണക്കിന് ശരിയാ. എന്റെ സ്ഥിതി നിങ്ങൾക്കറിയാലോ. പെൻഷനുള്ളത് ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള മരുന്നിനും നെറ്റിച്ചെലവിന് മാത്രമേ തികയുന്നുള്ളൂ. അയ്യോ, ഇതിനൊന്നും സാറിനെ ബുദ്ധിമുട്ടിക്കില്ല ഞങ്ങള്. ശാരദാമ്മയുടെ സമ്പാദ്യത്തെപ്പറ്റി ഒരു ധാരണ ഉണ്ട് എനിക്ക്. 1 രൂപ മിച്ചം വന്നാ അതും ദാനം ചെയ്യും അഗതികൾക്ക്. അല്ല സാരികെ, ഈ വീടിന്റെ ഹോട്ടലിന്റെ ആധാരം ഇപ്പൊ നിങ്ങളുടെ കയ്യിലില്ലേ? കയ്യിലെന്ന് വെച്ചാൽ അച്ഛന്റെ പേരിലാണ് ഭൂമി. അമ്മ നോമിനിയാണെന്നേ ഉള്ളൂ. അതൊരു പ്രശ്നമല്ല.
നിയമപ്രകാരം ശാരദാമ്മ തന്നെയാ ഗോപാലകൃഷ്ണന്റെ ഭാര്യ. അയാള് വിവാഹമോചനം നേടിയിട്ടില്ലല്ലോ. ഈ ഭൂമിയിലോ ഹോട്ടലിലോ ഒന്നും യാതൊരു അവകാശമില്ലെന്ന് പറഞ്ഞ് രാജേശ്വരി നിങ്ങൾക്ക് ഒപ്പിട്ട് തന്ന മുദ്രപത്രം കയ്യിലുണ്ട്, അല്ലേ? ശാരദാമ്മേ, ഇത് കൈവച്ചോ. ഭദ്രമായി സൂക്ഷിച്ചോണം. ഉണ്ട്. ആ, അത് മതി. അത് പണയം വെച്ചാൽ 2 അല്ല 20 ലക്ഷം കിട്ടും. എന്നാ ഞാൻ ഇത് എടുത്തോണ്ട് വരാം കുറുപ്പ് സാറേ. നിക്ക്. ശരികേ, ചെറിയൊരു പ്രശ്നമുണ്ട്. അതിപ്പോ ഒരു ബാങ്കിലും കൊണ്ടുപോയി പണയം വെക്കാൻ പറ്റില്ല. ഭൂമിയുടെ ഉടമയും നോമിനിയൊക്കെ നേരിട്ട് ഹാജരാകേണ്ടി വരും. ലോക്കപ്പിൽ കിടക്കുന്നവരെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകാനാ മോളെ? പിന്നെ എന്ത് ചെയ്യുന്ന സാറ് പറയുന്നേ? നമ്മളെ നന്നായി പരിചയമുള്ള പണമിടപാടുകാരെങ്കിലുവേ ആ ആധാരം വാങ്ങി 2 ലക്ഷം രൂപ നമുക്ക് കടം തരൂ. അല്ലെങ്കിൽ ഭൂമിയുടെ ഉടമയോ അവകാശമൊക്കെ ലോക്കപ്പിലാന്ന് പറയുമ്പോ എല്ലാവർക്കും സംശയാവും. അതുകൊണ്ട് സമ്മതിക്കില്ല കുറുപ്പ് സാറേ. എന്റെ തല പോയാലും ഞാൻ സമ്മതിക്കില്ല. എന്റെ അച്ഛനെന്ന് പറയുന്ന ആളെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനായിട്ട് ഈ ഭൂമിയുടെ ആധാരം സത്യഭാമയുടെ കാൽച്ചുവട്ടി കൊണ്ടുപോയി വച്ച് അവയുടെ കനിവിന് വേണ്ടി കെഞ്ചാൻ ഞാൻ സമ്മതിക്കില്ല. അച്ഛന്റെ പേരിലുള്ള ഭൂമിയാന്ന ന്യായമൊക്കെ കാണുമായിരിക്കും. പക്ഷേ അമ്മയുടെ സ്ത്രീധനായിട്ട് അച്ഛൻ കൈനീട്ടി വാങ്ങിച്ചതായത്. അമ്മയെ പോലീസിൽ പിടിപ്പിച്ചവർക്ക് മുന്നിൽ തന്നെ അവരെ ഇറക്കാൻ വേണ്ടി കൈനീട്ടി നിൽക്കുന്നതിലും ഭേദം മരിക്കുന്നതാ. അതെ, എനിക്കൂടി അവകാശപ്പെട്ട ഭൂമി ഏതെന്ന് മറക്കരുത്. മോളെ, ഇക്കാര്യത്തില് അവളുടെ അഭിപ്രായം തന്നെ സാർ എനിക്കും. ശരികേ, സത്യഭാമ അല്ലെങ്കിൽ ഈ ആധാരം പണയം വാങ്ങി ഇത്രയും രൂപ കടം തരാൻ ഇപ്പൊ ഈ നാട്ടിൽ കഴിവുള്ള ഒരേ ഒരാളേ ഉള്ളൂ. ഇതുകൂടി വേണ്ടാന്ന് വെച്ചാൽ ഇനി മുന്നിൽ വേറൊരു വഴിയില്ല. ബാലചന്ദ്രൻ. എന്താ, തയ്യാറുണ്ടോ? ഞാൻ അവളേക്ക് എത്തട്ടെ. ആ ശാരദാമ്മയുടെ മകൾ മൂത്തവൾ സായികു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.